വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മെത്രാൻ കായൽ നികത്താനുള്ള ഉത്തരവിൽ അപാകതകളുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കായൽ നികത്താൻ അനുമതി നൽകിയ തീരുമാനം പിൻവലിക്കണമെന്ന് വി എം സുധീരനും ആവശ്യപ്പെട്ടു. അതേസമയം കായൽ നികത്താൻ അനുമതി നൽകിയതിൽ കോടികളുടെ അഴിമതിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. മെത്രാൻ കായൽ നികത്താനുള്ള ഉത്തരവ് വിവാദമായ പശ്ചാത്തലത്തിലാണ് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയരുകയും ചെയ്തു. ഏതെങ്കിലും വിധത്തിൽ അതിന് തെറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കാര്യം പരിശോധിക്കും. KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. കായൽ നികത്താൻ അനുമതി നൽകിയ തീരുമാനം പിൻവലിക്കണമെന്ന് KPCC അധ്യക്ഷൻ വി എം സുധീരൻ ആവശ്യപ്പെട്ടു. ഈ കാര്യം സംബന്ധിച്ച് KPCCക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം പിൻവലിക്കണം എന്ന് റവന്യൂ മന്ത്രിയോട് ആദ്യമേ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അവരുമായും ഇതേ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കായൽ നികത്താൻ അനുമതി നൽകിയതിൽ കോടികളുടെ അഴിമതിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. LDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. 425 ഏക്കർ കായലും നെൽവയലും നികത്താൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പികളുടെ അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ 3 മന്ത്രിസഭായോഗം ചേർന്ന് 822 ഫയലുകളിലാണ് തീരുമാനം ഉണ്ടാക്കിയത്. ഈ 822 തീരുമാനങ്ങളും അഴിമതി നിറഞ്ഞ തീരുമാനങ്ങളാണ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് DGP ജേക്കബ് തോമസ് നിലം നികത്തലിനെതിരെ പ്രതികരിച്ചത്. കായൽ നികത്തൽ ശ്രമങ്ങൾ സൂര്യതാപമേൽക്കുന്നവരുടെ ശാപമോ എന്നായിരുന്നു ജേക്കബ് തോമസിന്റെ പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടുമുൻപാണ് മെത്രാൻ കായൽ നികത്താൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടത്. കോട്ടയം കുമരകത്തെ മെത്രാൻ കായലിലെ 378 ഏക്കർ റെക്കിൻഡോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനും അനുബന്ധ കമ്പനികൾക്കും ടൂറിസം പദ്ധതികൾക്കായി നികത്താം എന്നായിരുന്നു ഉത്തരവ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് വനഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങളിലും സർക്കാർ ഭേദഗതി വരുത്തി. പതിച്ചു നൽകിയ വനഭൂമിയിൽ പാറഖനനമാകാമെന്നാണ് ഭേദഗതി നിർദ്ദേശം. ക്വാറി മാഫിയയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ചട്ടഭേദഗതിയുടെ പകർപ്പ് ലഭിച്ചു. പശ്ചിമഘട്ടം ക്വാറി മാഫിയയ്ക്ക് തീറെഴുതുന്നതിന് ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത് നേരത്തെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മറ്റു വനമേഖലകളിലെ ക്വാറി മാഫിയകൾക്ക് വേണ്ടി വനഭൂമി പതിച്ചു നൽകൽ ചട്ടത്തിലും ഭേദഗതി വരുത്തുന്നത്. ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനായി പാറഖനനമാകാമെന്നാണ് പുതിയ ഭേദഗതി. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഭേദഗതി നിർദ്ദേശത്തിന്റെ പകർപ്പാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. കൃഷിക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചാൽ പട്ടയം റദ്ദാക്കുമെന്ന വ്യവസ്ഥയും പുതിയ നിർദ്ദേശത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ 1 വർഷത്തിനകം ഉടമ താമസിക്കണമെന്ന വ്യവസ്ഥയും കരടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സമയപരിധി 30 വർഷമാക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. 1970-ലെ വനഭൂമി പതിവ് ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിലധികവും വൻതോതിൽ പാറസമ്പത്തുണ്ട്. കൃഷിയോഗ്യ വനഭൂമി പതിച്ചു നൽകൽ ഭേദഗതി ചട്ടം 2016 എന്ന് പേരിട്ട പുതിയ നിർദ്ദേശങ്ങൾ കൃഷിക്ക് വേണ്ടിയല്ല, വൻതോതിലുള്ള പാറഖനനം ലക്ഷ്യമിട്ടാണെന്നും വ്യക്തം. ഭേദഗതി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പവിത്രമായ പരിസ്ഥിതി നിയമങ്ങളെല്ലാം മാഫിയകൾക്ക് വേണ്ടി കാറ്റിൽ പറത്തുകയാണ് റവന്യൂ വകുപ്പ്. വനഭൂമി പതിച്ചു നൽകൽ ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതി നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. MR സജേഷ്, തിരുവനന്തപുരം. പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത്. ഫ്രാൻസിസ് ജോർജിന്റെ കൊഴിഞ്ഞുപോക്ക് സൃഷ്ടിച്ച ആഘാതം, സീറ്റ് വിഭജനം തുടങ്ങിയ വിഷയങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ചയാകുന്നുണ്ട്. ഇനി ആരും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകില്ലെന്ന് PJ ജോസഫ് വ്യക്തമാക്കിയ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കോൺഗ്രസിന് രൂക്ഷമായ വിമർശനം ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഞ്ജു, ഫ്രാൻസിസ് ജോർജിൻ്റെ കൊഴിഞ്ഞുപോക്കിന് ശേഷം മാണി ഗ്രൂപ്പിനുണ്ടായിട്ടുള്ള ആഘാതവും പ്രതിസന്ധിയും പരിഹരിക്കുക, ഒപ്പം തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യത്തിൽ നിലപാടെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേരുന്നത്. UDFിൽ 15 സീറ്റുകൾ മാത്രമുള്ള തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ, കോൺഗ്രസുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ KM മാണി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ഒപ്പം പൂഞ്ഞാർ, ഏറ്റുമാനൂർ, അതുപോലെ കുട്ടനാട് സീറ്റുകൾ തിരികെ നൽകണമെന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോട്
തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ശക്തിയെ വളരെ കുറച്ച് കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോൺഗ്രസ് കാണുന്നത്. ആ തരത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് യോഗത്തിലുണ്ടായിട്ടുള്ളത്. കേരള കോൺഗ്രസിനെ പൊതുസമൂഹത്തിൽ അതിൻ്റെ വില കുറച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നു. ഇത് വളരെയധികം വിമർശനത്തിന് വിധേയമായ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ കോൺഗ്രസിനെതിരെ ഈ ഒരു വിമർശനം ഉന്നയിച്ചു. ഒപ്പം ഫ്രാൻസിസ് ജോർജ് പാർട്ടി വിട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായ കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ഈ പാർട്ടി വിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പി ജെ ജോസഫും പോകും എന്നുള്ള ഊഹാപോഹങ്ങൾ വളരെയധികം രീതിയിൽ നിലനിന്നിരുന്നു. എന്നാൽ അതിന് മറുപടി എന്ന നിലക്ക് പി ജെ ജോസഫ് യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. ഫ്രാൻസിസ് ജോർജിനൊപ്പം ഇനി പാർട്ടിയിൽ നിന്ന് ആരും പോകില്ല എന്നൊരു ഉറപ്പ് വരെ പി ജെ ജോസഫിന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നൽകേണ്ടി വന്നു. ഒപ്പം അതേസമയം ഫ്രാൻസിസ് ജോർജിനെ തള്ളിപ്പറയാൻ പി ജെ ജോസഫ് തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും 10-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ സീറ്റുകൾ സംബന്ധിച്ച കാര്യത്തിൽ എത്ര സീറ്റുകൾ വേണം, എത്ര ചോദിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു കരട് രൂപം തയ്യാറാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനോട് ആ ഒരു പ്രതിഷേധം കൂടി അറിയിക്കുക എന്നതും അല്ലെങ്കിൽ അറിയിക്കണം എന്നുള്ളതും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും അത്തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട്. പ്രശാന്ത്, ഇന്നലത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷവും ഒട്ടും തൃപ്തനല്ലായിരുന്നു കെ എം മാണി. ആ അതൃപ്തി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കടുത്ത വിമർശനത്തിലേക്കാണ്. എങ്ങനെ കൂട്ടി വായിക്കാം? തീർച്ചയായും ഇന്നലെ ഉഭയകക്ഷി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഒരുമിച്ചാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയാണ് ഉമ്മൻചാണ്ടി അറിയിച്ചത്. എന്നാൽ അതേസമയം തൃപ്തിയില്ല എന്നും എന്നാൽ അസംതൃപ്തനല്ല എന്ന മറുപടിയും കെ എം മാണി നൽകുകയുണ്ടായി. ഇത് തന്നെ ഇവർ തമ്മിലുള്ള ഒരു അകൽച്ചയുടെ ദൂരം എത്രത്തോളമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ദൂരം വ്യക്തമാക്കുന്നതായിരുന്നു ഇരുവരുടെയും പ്രതികരണങ്ങൾ. അത് മാത്രവുമല്ല, പൂഞ്ഞാർ സീറ്റ് ചോദിക്കുന്നു, ഒപ്പം കുട്ടനാട് സീറ്റ് കോൺഗ്രസ് തിരികെ ചോദിക്കുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് ശക്തിയുള്ള ചില ഇടങ്ങളിൽ തങ്ങളുടെ സീറ്റുകൾ പിടിച്ചു വാങ്ങാൻ കോൺഗ്രസ് ചില ശ്രമങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അത് പാർട്ടിയുടെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കെ എം മാണിക്കുള്ളത്. ആ നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കപ്പെട്ടതും എന്നാണ് കരുതുന്നത്. വ്യക്തമാണ്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. കൊടുവള്ളിയിലെ ലീഗ് വിമത സ്ഥാനാർത്ഥി കാരാട്ട് റസാഖ് പ്രചാരണം ആരംഭിച്ചു. മണ്ഡലത്തിലെ പ്രധാന ലീഗ് നേതാക്കളെല്ലാം കാരാട്ട് റസാഖിനൊപ്പം പ്രചാരണത്തിൽ സജീവമാണ്. കൊടുവള്ളിയിലെ കരുത്തനായ ലീഗ് നേതാവ് കാരാട്ട് റസാഖ് പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കാരാട്ട് റസാഖ് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ ഓരോ കേന്ദ്രങ്ങളിലും എത്തി ജനങ്ങളെ നേരിൽ കണ്ട് താൻ മത്സരിക്കാനിടയായ സാഹചര്യം വിശദീകരിക്കുകയാണ് റസാഖ്. സംസ്ഥാന കമ്മിറ്റി നിയോജകമണ്ഡല കമ്മിറ്റിയുമായി ആശയവിനിമയം നടത്താതെ ദുബായിലുള്ള ഒരു വ്യവസായ പ്രമുഖന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി ഈ സീറ്റ് വിട്ടു നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ഡലത്തിലെ ഭൂരിഭാഗം ലീഗ് പ്രവർത്തകരുടെ പിന്തുണയും തനിക്കുണ്ടെന്നും കൊടുവള്ളിയിൽ തന്റെ വിജയം ഉറപ്പാണെന്നും റസാഖ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ആശയവിനിമയത്തിൽ കൂടി വന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ വേണ്ടി ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത്. കൊടുവള്ളിയിലെ പ്രധാന ലീഗ് നേതാക്കൾക്കൊപ്പമാണ് റസാഖ് പ്രചാരണത്തിനിറങ്ങിയത്. റസാഖിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. കൊടുവള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വലിയ ജനസ്വാധീനമുള്ള കാരാട്ട് റസാഖ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് ലീഗ് കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. PTA റഹീമിന് പിന്നാലെ കാരാട്ട് റസാഖും പാർട്ടി വിട്ടത് ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. കൊടുവള്ളിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. തെരഞ്ഞെടുപ്പിൽ സീറ്റ് അപ്രധാനമെന്ന് ബാലകൃഷ്ണപിള്ള. നാടിനെ വിൽക്കുന്നവരെ പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. എൻ്റെ സേവനം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കുന്നത് പ്രയോജനമാണ് എന്ന് LDFന് അഭിപ്രായമുണ്ടെങ്കിൽ മത്സരിക്കും. LDFന് വിധേയനാണ്. കാര്യം ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി മന്ത്രിമാർ, സ്വഭാവദൂഷ്യമുള്ള മന്ത്രിമാർ, തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോലും കേരളത്തിൻ്റെ വസ്തു വിറ്റ് കാശ് മേടിക്കുന്നവർ, ഈ രാജ്യം, ഈ സംസ്ഥാനം ഒരു കാരണവശാലും ഭരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. നിയമസഭാ സീറ്റ് സംബന്ധിച്ച് CPIM CPI ഉഭയകക്ഷി ചർച്ച തുടരുമെന്ന് കാനം രാജേന്ദ്രൻ.
10-ാം തീയതി LDF യോഗത്തിന് ശേഷമായിരിക്കും ചർച്ചയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. രാജ്യസഭാ സീറ്റ് CPIക്ക് നൽകണമെന്ന ആവശ്യം ചർച്ചയിൽ ഉന്നയിച്ചുവെന്നും കാനം വ്യക്തമാക്കി. 10-ാം തീയതി LDF കൂടി കഴിഞ്ഞതിന് ശേഷം പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചകളിലാണ് ആ വിഷയങ്ങൾ. 10-ന് LDF കൂടിയിട്ടാണ് അത് തീരുമാനം. എയർ ആംബുലൻസിന്റെ പേരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് പിണറായി വിജയൻ. പദ്ധതിക്ക് തുടക്കമായതായി ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പദ്ധതിക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല. കബളിപ്പിക്കൽ ഉമ്മൻചാണ്ടിക്ക് വ്യാജ പ്രതിച്ഛായ നിർമ്മിക്കാനാണെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. തിരികെ വാർത്തകളിലേക്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. പിൻവാതിൽ വഴി നിയമനം നൽകിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം. ഭരണഘടനാ വ്യവസ്ഥയും സുപ്രീംകോടതി ഉത്തരവും മറികടന്നാണ് 30,000-ഓളം പേരെ സ്ഥിരപ്പെടുത്തുന്നത്. നിയമനം റദ്ദാക്കണമെന്ന ശുപാർശ അവഗണിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 30,000-ഓളം പേരെയാണ് വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചത്. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം 25% നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള വകുപ്പ് സെക്രട്ടറിമാർ സമർപ്പിച്ച പഠന റിപ്പോർട്ട് മറികടന്നാണ് ഇവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലെ സ്ഥിരപ്പെടുത്തൽ നീക്കം വലിയ കോഴ ഇടപാടുകൾക്കാണ് വഴിവെക്കുക. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പൂഴ്ത്തിവെക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു അഭിപ്രായപ്പെടുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ചോദിച്ചപ്പോൾ അത് ക്യാബിനറ്റിൻ്റെ പരിഗണനയിലാണ്, അത് നൽകാനാവില്ല എന്ന നിയമവിരുദ്ധമായ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ പിൻവാതിലൂടെയുള്ള ഈ നിയമനത്തിൽ വൻ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ആ വസ്തുത പുറത്തു വരുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് ഈ വിവരം തടയുന്നത്. അക്കൗണ്ടന്റ് ആൻഡ് ഓഡിറ്റർ ജനറൽ ഇതിനെ സംബന്ധിച്ച് ശക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകിക്കഴിഞ്ഞു. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഈ നടപടി സ്വീകരിക്കാതെ പിൻവാതിലിലൂടെ താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടുള്ള നിയമവിരുദ്ധമായൊരു നടപടിയാണ്. ഭരണഘടനയുടെ 309 അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. PSC വഴി നിയമനം കാത്തിരിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇഷ്ടക്കാർക്ക് നൽകിയ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തുന്നത് എന്നത് ഖേദകരമാണ്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ലോകോത്തര ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ്. കേരള ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് സ്റ്റെഫി അറിയാതെയാണ്. പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി നേരിട്ടും. സ്റ്റെഫിയുടെ വെബ്സൈറ്റിൽ കേരള ആയുർവേദമില്ല. ഇതിഹാസ ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിനെ ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കാൻ തീരുമാനിച്ചത് 2015 ജൂൺ 24 ചേർന്ന ക്യാബിനറ്റ് യോഗമാണ്. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ. പിന്നെ വിസിറ്റ് കേരള സ്കീമിൻ്റെ ഭാഗമായി ആയുർവേദ ബ്രാൻഡ് അംബാസിഡർ അവരുമായിട്ട് ധാരണയായി ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇനി സ്റ്റെഫി ഗ്രാഫിന്റെ വെബ്സൈറ്റിലേക്കൊന്ന് നോക്കുക. താൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനികളുടെ പേര് വിവരം സ്റ്റെഫി ഗ്രാഫിന്റെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെ. ലോകപ്രശസ്ത ഷൂ ആൻഡ് ആക്സസറീസ് നിർമ്മാതാക്കളായ അഡിഡാസ്, വാച്ച് നിർമ്മാതാക്കളായ ലോൺലിനസ്, ജർമ്മനിയിലെ പ്രമുഖ ഫിറ്റ്നസ് ക്ലബ്ബായ മിസ്റ്റർ സ്പോർട്ടി, പ്രമുഖ പ്രകൃതിദത്ത തേയില നിർമ്മാതാക്കളായ ടി കൈനി എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറാണ് താനെന്ന് സ്റ്റെഫി ഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിലെവിടെയും താൻ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് പറയുന്നില്ല. ഭർത്താവും ഇതിഹാസ ടെന്നീസ് താരവുമായ ആന്ദ്രെ അഗാസിക്കൊപ്പം അമേരിക്കയിലെ ലേസ് വെഗാസിൽ താമസിക്കുന്ന സ്റ്റെഫി ഗ്രാഫ് താൻ കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായതിനെപ്പറ്റി ബോധവതിയേ അല്ല. ടൂറിസം വകുപ്പിലെ ഒരു ഉന്നതനുമായി ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇക്കാര്യം അറിയിക്കുന്നതിനായി തങ്ങൾ സ്റ്റെഫി ഗ്രാഫിൻ്റെ മാനേജറെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റെഫി ഗ്രാഫുമായി നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര പ്രശസ്തയായ കായിക താരത്തെ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് അവർ അറിഞ്ഞിട്ടേയില്ല എന്നത് ഒരേ സമയം ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന കാര്യമാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. വ്യക്തി നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും പുരുഷ മേധാവിത്വത്തിന് വഴിതെളിച്ചത് മതമേലധ്യക്ഷന്മാരെന്നും കമാൽ പാഷ പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് കമാൽ പാഷ. തുല്യ അവകാശമെന്ന് സ്ത്രീകൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, തുല്യത നേടിയെടുക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു.
വിവാഹകാര്യത്തിലും വിവാഹമോചന കാര്യത്തിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശമാണുള്ളത്. ഭാര്യയെ മൊഴിചൊല്ലി കൂടുതൽ വിവാഹങ്ങൾ കഴിക്കാൻ പുരുഷന്മാർക്ക് അവസരമൊരുക്കുമ്പോൾ മതമേലധ്യക്ഷന്മാർ കോടതിയെപ്പോലെ പെരുമാറണമെന്നും ന്യായാന്യായങ്ങൾ വിലയിരുത്തി നീതിയുടെ പക്ഷത്തുനിന്നും തീരുമാനങ്ങൾ എടുക്കണമെന്നും ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. മുസ്ലിം ലോ കോഡിഫൈ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കോഡിഫൈഡ് ലോ അല്ല, യഥാർത്ഥത്തിൽ ഒന്നുമില്ല. പ്രസിഡൻഷ്യൽ വാല്യൂസ് മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു നിയമമാണ് മുസ്ലിം ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം. ഖുർആൻ അനുശാസിക്കുന്ന എല്ലാം വേണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് എത്ര കല്യാണം ഉണ്ടെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര കുഞ്ഞുങ്ങളാവാം, അതൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ സ്ത്രീ അതിനെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ദൂരെ എറിയാം. ഗാർഹിക പീഡന നിയമങ്ങൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും പിന്തുടർച്ചാവകാശ നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ജസ്റ്റിസ് കെമാൽ പാഷ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഭരണഘടന, ലിംഗസമത്വം, വിശ്വാസം എന്നീ വിഷയത്തിൽ നിസ സംഘടിപ്പിച്ച സംവാദം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.